ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ നാശത്തിന് വിധേയമാകാത്ത ഒന്നും തന്നെ ഇല്ല. നാം വളരെ പാടുപെട്ടുണ്ടാകുന്ന സമ്പത്ത്, അതുപോലെ നാം വളരെയധികം കഠിന അധ്വാനം ചെയ്തുണ്ടാകുന്ന വീട്, നാം തീറ്റിപ്പോറ്റി വളർത്തുന്ന നമ്മുടെ ഈ ശരീരം, ഇതിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിക്കാൻ ഒരു പണിയുമില്ല. കാലം ഇതിനെയെല്ലാം തല്ലിത്തകർക്കും. ഏതിനെയൊക്കെ നാം കെട്ടിപ്പടുക്കുന്നുവോ അതെല്ലാം കാലം തല്ലിത്തകർക്കും. വയനാടിലെ ദുരിതം അതാണല്ലോ നമുക്ക് വിളിച്ചറിയിച്ചു തരുന്നത്. എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയാണ് ഓരോ ദിവസവും കഠിനാധ്വാനത്തിലൂടെ നാം നേടുന്നത്. പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് അവയെല്ലാം തകർന്ന് തരിപ്പണമായി. നാം വളർത്തി വന്ന ശരീരം പോലും ചിന്ന ഭിന്നമായി കാണുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയും നമ്മുടെ ജീവിതവും അല്പമാത്രമേ ഉള്ളൂ, ക്ഷണികമാണെന്ന ബോധം എപ്പോഴും നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതം എന്നും നിലനിൽക്കുന്നതല്ല. ഇതിൽ നമുക്ക് ആരോഗ്യവും അനുകൂലമായ മനസ്സും അനുകൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനെ നാം നിയന്ത്രണ വിധേയമാക്കുകയും അത് സത്യത്തിലേക്ക് തിരിച്ചുവിടുകയും സർവേശ്വരനെ സർവാത്മന ആശ്രയിക്കുകയും ചെയ്താൽ പരമമായ സുഖത്തിൻ്റെ നിർഭയതയുടെയും ഉടമയായിത്തീരും നമ്മൾ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും എന്ന് നാം ബോധിക്കേണ്ടിയിരിക്കുന്നു. ധനം നശിക്കും, ആരോഗ്യം ക്ഷയിക്കും, നവയൗവനം നാൾക്കുനാൾ മങ്ങിമാനീടും, സൗന്ദര്യം തീരെയറ്റുപോം. നാം വാരിക്കൂട്ടിയ നേടിവെച്ച ധനം നശിക്കും, ആരോഗ്യം ക്ഷയിക്കും. നമ്മുടെ ആരോഗ്യം എന്നും ഒരേപോലെ നിലനിൽക്കുകയില്ല. ഈ ആരോഗ്യം നഷ്ടപ്പെടാൻ ഒരൊറ്റ ഞരമ്പ് വരച്ചാൽ മതി നമ്മുടെ ആരോഗ്യം തകർന്നു പോകാൻ. ധനം നശിക്കും, ആരോഗ്യം ക്ഷയിക്കും, നവയൗവനം. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും, ധനമൊക്കെ നശിക്കും. അതുപോലെ നമ്മുടെ യൗവനം നാൾക്കുനാൾ മങ്ങി മാഞ്ഞിടും. ഓരോ ദിവസം ചെല്ലുന്തോറും യൗവനത്തിൻ്റെ ആ ചുറുചുറുക്കും യൗവനത്തിൻ്റെ ആ തളപ്പും ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ധനം നശിക്കും, ആരോഗ്യം ക്ഷയിക്കും, നവയൗവനം നാൾക്കുനാൾ മങ്ങി മാഞ്ഞിടും, സൗന്ദര്യം തീരെയറ്റുപോം. ആ യൗവനത്തിൽ നമ്മുടെ ശരീരത്തിനുള്ള തുടുതുടുപ്പും ആ ഓജസ്സും തേജസ്സും എല്ലാം ഓരോ ദിവസവും ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷീണിച്ച് അവശരായിത്തീരുക സ്വാഭാവികമല്ലേ? അതല്ലേ നാം കണ്ടുവരുന്നത്. ഒരു 90, ഒരു 80, 90, 100 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ഈ മുഖമൊക്കെ എത്ര വികൃതമായിട്ടാണ് കാണുന്നത്. ജനിച്ചു വരുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആകർഷണീയത നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അത് പരിണമിച്ച് യൗവനത്തിലെത്തി. യൗവനത്തിൽ നിന്നും അത് ക്ഷയിക്കാൻ തുടങ്ങി. യൗവനം വരെ അത് വർദ്ധിച്ചു കൊണ്ടിരുന്നു. യൗവനം വരുന്നതോടെ അത് ക്ഷയിക്കാൻ തുടങ്ങി. അങ്ങനെ നാൾക്കുനാൾ മങ്ങി മാഞ്ഞിടും. നമ്മുടെ ആ ഓജസ്സും തേജസ്സും സൗന്ദര്യവും ഒക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും ക്ഷയിച്ചു വരുന്നു. സൗന്ദര്യം തീരെയറ്റുപോം. മറ്റുള്ളവരെ ആകർഷിക്കുന്ന ആ ആകർഷണീയത പറ്റേ ഇല്ലാതാവുകയില്ലേ? ഇതാണ് നാം ചിന്തിക്കേണ്ട പരമപ്രധാനമായ വിഷയം. അതിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ സർവേശ്വരനിൽ തന്നെ സമർപ്പിച്ച് ആ പരമമായ അവസ്ഥയിലേക്ക് ഉയരാനുള്ള ഒരവസരമായി ഈ ജീവിതത്തെ നാം വിനിയോഗിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പരമമായ സന്തോഷവും സംതൃപ്തിയും
കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും.